മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തെ മാത്രം നിങ്ങൾ പിക്കാൻ ചൂസ് ചെയ്ത് പറയുന്നിടത്താണ് അതിനകത്ത് നിങ്ങളുടെ ദുഷ്ടലാക്ക്. ഞാൻ നോക്കുമ്പോൾ 8:30 മണി വരെ റാഷിദ് മിണ്ടാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഭയങ്കര ആവേശമുണ്ട്. അത് പൊതുവെയുള്ള ഒരു ശൈലിയാണ് ബി ജെ പിക്കാരോട്. കുഴപ്പമില്ല, ഇരിക്കേണ്ട. റാഷിദ് പറഞ്ഞില്ലേ, കോൺഗ്രസ് ജാതിയും മതവും ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്നത് എന്ന് പറഞ്ഞല്ലോ. അത്രന്നെ നമ്മളും പറഞ്ഞിട്ടുള്ളൂ. റാഷിദ് അകപ്പെട്ടിരിക്കുന്ന മൂല്യച്യുതിയെക്കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കൂ. എന്നിട്ട് വേണം ഇതിനെ സംബന്ധിച്ചൊക്കെ വളരെ വാചാലമായി സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. അയാൾക്ക് എന്തിനാണ് പൊള്ളേണ്ടതുള്ളത്? വർഗീയവാദം ആരോട് പറഞ്ഞത്? രാഷ്ട്രീയം പറയുന്ന സമയത്ത് എന്തിനാണ് താങ്കൾക്ക് കൊള്ളുന്നത്? സുരേഷ് കുമാർ ബി ജെ പിയെ പഠിപ്പിക്കുന്നതും ബി ജെ പിയെ കുറിച്ച് പറയുന്നത് കേട്ടു. ആരായി പറയുന്നത്? ഇന്ത്യ മഹാരാജ്യത്ത് ശൂന്യമായിരിക്കുന്ന പാർട്ടിയോ? എന്ത് ഉള്ളി വെച്ച് സംസാരിക്കണ പോലെ? ഒന്നുമില്ല. ഈ മന്ത്രിസഭ രൂപീകരിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നപ്പോൾ തന്നെ വളരെ മുൻവിധിയോടുകൂടിയും ഒരു പരിധി വിട്ട് വിദ്വേഷ പരാമർശങ്ങളാണോ എന്ന വിമർശനങ്ങൾ ഉയരുന്ന തരത്തിലും ബി ജെ പി നേതാക്കൾ ഒന്നടങ്കം പ്രതികരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുസ്ലിം ലീഗാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, മുസ്ലിം ലീഗിന്റെ അണ്ടറിലായി, യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡ് പാണക്കാടാണ്, അങ്ങനെയൊക്കെ. ഇപ്പോഴേതായാലും മന്ത്രിമാരുടെ പേരുകൾ നമ്മൾ കേട്ടു. എന്തു തോന്നും? ഇത് ഞാൻ പൊളിക്കും. അല്ല, ഒരു കാര്യം റാഷിദിനോട് ചോദിക്കട്ടെ. മന്ത്രിമാരുടെ പേരുകൾ നമ്മൾ കേട്ടു, എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞതിൽ എന്താ അർത്ഥമുള്ളത്? റാഷിദ് എന്താ ഉദ്ദേശിച്ചത്? താങ്കൾക്ക് എന്ത് തോന്നി പ്രഥമ ദൃഷ്ടിയാൽ ഈ മന്ത്രിസഭയുടെ? റാഷിദേ, മാത്രമേ കയ്യിലുള്ളൂവെങ്കിലും ആള് വാരാമാ ചെറ്റയാ. അല്ല, റാഷിദ് ചോദിച്ചതിൻ്റെ ചോദ്യത്തിൻ്റെ ഉള്ളർത്ഥം എന്താണെന്ന് ഞാൻ ചോദിച്ചത്. ഞങ്ങളൊരു കാര്യം വിദ്വേഷാത്മകമായിട്ടുള്ള വാക്കുകൾ എന്ന് റാഷിദ് ഉപയോഗിച്ചു. അത് റാഷിദിൻ്റെ തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം, അറിവുറവെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങ് അറിവുള്ള വ്യക്തിയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു സംശയവുമില്ല, ബി ജെ പി ഉന്നയിക്കുന്ന വിഷയം നാളെ സത്യമാകുമെന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. കോൺഗ്രസ് രാഷ്ട്രീയ സംഘടനയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ, ആ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചതും മുഖ്യമന്ത്രി നിശ്ചയിക്കുന്നതിൽ പ്രധാന റോള് വഹിക്കുന്നതും അതിൻ്റെ പുറകിൽ ചരട് വലിക്കുന്നതുമൊക്കെ ആ മുന്നണിയിലെ കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗാണ് എന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. അത് നിങ്ങൾക്ക് അനുസരിക്കാൻ എന്താ പറയുക, സ്ഥിരീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞങ്ങൾക്കതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, യാഥാർത്ഥ്യം തന്നെയാണ്. ഇവർ മതേതരത്വവും വർഗീയവാദത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളും പറയുമ്പോൾ തന്നെ ഇവർ കൂട്ടുപിടിച്ച ആളുകൾ എന്താണ് എന്നും കൂട്ടുപിടിച്ചവരുടെ ഇസം എന്താണ് എന്നും കൂട്ടുപിടിച്ചവരുടെ ശൈലി എന്താണ് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? മുഖ്യമന്ത്രിയുടെ ബൈറ്റ് നിങ്ങൾ മുമ്പ് കാണിച്ചില്ലേ? അദ്ദേഹം എന്താണ് പറഞ്ഞത്? സോഷ്യലായിട്ടുള്ളതും റീജിയണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. എന്താണ് ഈ സോഷ്യലായിട്ടുള്ള കാര്യങ്ങളെന്ന് അദ്ദേഹം പറയുന്നത്? ജാതി മതം തന്നെ. ആ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കട്ട് ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയെ കൂടാതെ 5 മന്ത്രിമാർ, ഇന്ന ആളുകൾ വേണം, ഇന്ന ആളുകൾ വേണമെന്നുള്ളത് കട്ട് ചെയ്തിട്ടുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. കഷ്ടം, നാണമില്ലടോ. റാഷിദിന് അറിയാന്ന് എനിക്കും അറിയാന്ന്. എന്തുകൊണ്ടാണ് സോഷ്യൽ ബാലൻസ് നോക്കും, ജാതിമത സമവാക്യങ്ങളുടെ അവരുടെ പാർട്ടിക്കകത്തെ സംഘടനാ പദവികൾ നിർണ്ണയിക്കുമ്പോൾ പോലും അത് നോക്കാറുണ്ട്. പിന്നെ അവർ MLA-മാരെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ, അതിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ, ഇപ്പൊ മന്ത്രിമാരെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ അവരത് നോക്കാറുണ്ട്. അത് ഞങ്ങളുടെ സൗകര്യം. അയക്കോ എല്ലാ റാഷിദ് അത് സാമാന്യവൽക്കരിക്കേണ്ട. റാഷിദ് പറഞ്ഞില്ലേ, കോൺഗ്രസ് ജാതിയും മതവും ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്നത് എന്ന് പറഞ്ഞല്ലോ. അത്രന്നെ നമ്മളും പറഞ്ഞിട്ടുള്ളൂ. റാഷിദ്, ജാതിയും മതവും തന്നെയാണ് കോൺഗ്രസ് വികസനത്തിനേക്കാൾ മുന്നിൽ വെച്ചിട്ടുള്ളത്. വികസനം എന്ന് പറയപ്പെടുന്ന 2ാം സ്ഥാനത്തും 1ാം സ്ഥാനത്ത് ജാതിയും മതവും തന്നെയാണ് മുന്നിൽ വെച്ചത്. റാഷിദിന്റെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അതല്ല ഉദ്ദേശം. ഞാൻ നോക്കുമ്പോൾ 8:30 മണി വരെ റാഷിദ് മിണ്ടാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഭയങ്കര ആവേശമുണ്ട്. അത് പൊതുവെയുള്ള ഒരു ശൈലിയാണ് ബി ജെ പിക്കാരോട്. കുഴപ്പമില്ല. കോൺഗ്രസ് ഈ അരവട്ടന്മാരെയൊക്കെ എന്തിനാ പണിക്കൊണ്ട് നടക്കുന്നത്? ഓരോ കാര്യങ്ങൾ നിങ്ങൾ മന്ത്രിമാരെ നിശ്ചയിച്ച കാര്യങ്ങൾ എടുക്കുക, മുഖ്യമന്ത്രി നിശ്ചയിച്ച ശൈലികൾ എടുക്കുക. ഞാൻ ചോദിക്കട്ടെ റാഷിദെ, മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ പാണക്കാട് അല്ല തീരുമാനമെടുത്തെന്ന് റാഷിദിന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയാൻ സാധിക്കുന്നത്? കള്ളപ്പന്നി. രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ ഉന്നയിച്ച വിഷയം തന്നെയാണത്. ആ വിഷയം കൃത്യവുമാണ്. മറ്റുള്ളവർ ചോദിക്കുന്നതേ ഉള്ളൂ. ശ്രീ ഉല്ലാസ് ബാബു, രാഷ്ട്രീയ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തെ മാത്രം നിങ്ങൾ പിക്കാൻ ചൂസ് ചെയ്ത് പറയുന്നിടത്താണ് അതിനകത്ത് നിങ്ങളുടെ ദുഷ്ടലാക്ക്.
ഞങ്ങൾക്കൊരു ദുഷ്ടലാക്കൂല, നിങ്ങൾക്കത് ദുഷ്ടലാക്കായി കാണുന്നിടത്താണ് ഈ നിങ്ങളുടെ അറിവുപൂർവ്വം എന്ന് പറയപ്പെടുന്നത്. RC, KC, VD എന്നും പറഞ്ഞ് 3 തലയും വെച്ച് ഇതിലാര് എന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് കൊടുത്തിരുന്നത് മനോരമ ചാനലും കൊടുത്തിരുന്നില്ലേ? അത് അതുപോലെയല്ല, പഴയ പോലെയല്ല, അതൊക്കെ മാറി ക്ലീനായി. ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ കൊടുത്തിരുന്നില്ലേ? അപ്പൊ 3 ചേരി ഉണ്ടായിരുന്നു എന്ന് കൃത്യമല്ലേ? 3 പേർ മത്സരിച്ചിരുന്നു എന്ന് 3 പേർ ആഗ്രഹിച്ചിരുന്നു കൃത്യമല്ലേ? അവർക്ക് വേണ്ടി ഇറങ്ങിയിരുന്നു കൃത്യമല്ലേ? ഫ്ലെക്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമല്ലേ? അവർക്ക് വേണ്ടി തമ്മിൽ തല്ലിയിരുന്നു എന്നുള്ളതല്ലേ? കൃത്യമായി മുസ്ലിം ലീഗ് തീരുമാനമെടുത്തു. ഈ മുന്നണി 102 സീറ്റുമായി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോ ജാതി മതം നോക്കിയാണ് ആളെ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ എറണാകുളം നടക്കുന്ന കേസ് വല്ലതും ശ്രമിച്ചാ പോരെ ദാസ. നിങ്ങൾ ചോദിച്ച രാഷ്ട്രീയ അത് രാഷ്ട്രീയ സംസാരിക്കട്ടെ. ഇന്ന് ആരെയാണോ കളിയേണ്ടത്? അയാളോട് മിണ്ടാതിരിക്കാൻ പറ. അയാൾ എന്തിനാണ് സംസാരിക്കുന്നത്? ഞാൻ അയാൾക്കെതിരെ സംസാരിച്ചോ? കേൾക്കുന്നില്ല എങ്കിൽ അയാൾ താങ്കൾ പറയുന്നത് കേൾക്കുന്നില്ല എങ്കിൽ മ്യൂട്ട് ചെയ്യാൻ തയ്യാറാകണം. അയാൾക്ക് എന്തിനാണ് പൊള്ളേണ്ടതുള്ളത്? വർഗീയവാദം ആരാണോ പറഞ്ഞത്? രാഷ്ട്രീയം പറയുന്ന സമയത്ത് എന്തിനാണ് താങ്കൾക്ക് കൊള്ളുന്നത്? എന്തിനാണ് രാഷ്ട്രീയം കൊള്ളുന്നത്? രാഷ്ട്രീയത്തിൽ നിങ്ങൾ മതത്തിനെയും ജാതിയെയും മുന്നിൽ നിർത്തിക്കൊണ്ട് മന്ത്രിസഭയിൽ അംഗങ്ങളെ അടക്കം തീരുമാനിച്ചു എന്ന് നിങ്ങൾ തന്നെ പ്രഖ്യാപിക്കുന്ന സ്ഥലത്ത് അത് വർഗീയവാദമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവന്റെ അഭ്യാസം ഈ ആരോമൽ ചേകവരോട് വേണ്ട എന്ന് പറഞ്ഞേക്കൂ. ഇവിടെ നടക്കുന്ന ബഹളമയമായ ഈ ചർച്ച ഞാനിങ്ങനെ സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരം തന്നെ. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ പിന്നാലെ പോയി അവരുടെ സ്ഥാനാർത്ഥികളെയും മന്ത്രിമാരെയും ഒക്കെ നിശ്ചയിക്കുന്നത് സ്വാഭാവികമായ ഒരു നടപടിക്രമമായി കേരളത്തിൽ മാറിക്കഴിഞ്ഞു. അവർ ഒരാൾ മദ്ദളത്തോടാ ഇതൊക്കെ പറയുന്നത്. ഉല്ലാസ് ബാബു വലിയ ബഹളം വെച്ചുകൊണ്ട് BJPയുടെ പ്രതിനിധി വലിയ നിലയിൽ ജാതി മത നിരപേക്ഷതയെക്കുറിച്ചൊക്കെ വല്ലാത്ത നിലയിലേക്ക് അദ്ദേഹം വാചാലനായി സംസാരിക്കുകയാണ്. നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന മൂല്യച്യുതിയെക്കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കൂ. എന്നിട്ട് വേണം ഇതിനെ സംബന്ധിച്ചൊക്കെ വളരെ വാചാലമായി സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഈ ജാതി മത കെട്ടുപാടുകളെ സംബന്ധിച്ച് നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മൾ മതനിരപേക്ഷതയുടെ സാധ്യതയ്ക്ക് എത്രമാത്രം വാതിൽ തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി പറയാൻ വേണ്ടി സാധിക്കണം. ഈ സുരേഷ് ബാബു എന്ന CPM-ന്റെ നേതാവ് പറഞ്ഞു വാചാടോപം കൊണ്ട് കാര്യമില്ല. സുരേഷ് ബാബു എന്നിട്ട് BJP-യെ പഠിപ്പിക്കുകയെന്ന് കേട്ടു. സുരേഷ് കുമാർ BJP-യെ പഠിപ്പിക്കുന്നതും BJP-യെ കുറിച്ച് പറയുന്നത് കേട്ടു. ആരായി പറയുന്നത്? ഇന്ത്യ മഹാരാജ്യത്ത് ശൂന്യമായിരിക്കുന്ന പാർട്ടിയോ? നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ അത് എന്നോട് വേണ്ട. കേരളം മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെയും ജനങ്ങളുടെ ആറ്റിലേക്ക് കറഞ്ഞു. ഇത് വേണ്ട എന്ന് തീരുമാനിച്ചു. നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാരുടെ വാചാടോപം കൂടിയതുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ സഖാവും TK ഗോവിന്ദൻ സഖാവും G സുധാകരൻ സഖാവും വലിച്ചെറിഞ്ഞ് പോന്നപ്പോൾ ജനങ്ങൾ തോളിൽ കെട്ടിവെച്ച് അവരെ ജയിപ്പിച്ചു വിട്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ വാചാടോപം കൊണ്ട് നടക്കുന്ന ആരാണെന്ന് അവനവൻ്റെ പാർട്ടി നോക്കി പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കണ്ണാടിയിൽ പോയിട്ട് നോക്കിയാൽ മതി. അത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. പിന്നെ BJP-യെ കുറിച്ച് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഏറ്റവും കൂടുതൽ MP-മാരുടെ ഏറ്റവും കൂടുതൽ MLA-മാരുടെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരുടെ ഏറ്റവും കൂടുതൽ കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ.